ഹലോ എവ്രി വൺ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 2-ന് എങ്ങനെ എഫക്റ്റീവായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ സം കൺട്രീസ് യങ് പീപ്പിൾ ആർ എൻകറേജ്ഡ് ടു വർക്ക് ഓർ ട്രാവൽ എ ഇയർ ആഫ്റ്റർ ഫിനിഷിംഗ് ഹൈസ്കൂൾ ആൻഡ് ബിഫോർ ജോയിനിങ് യൂണിവേഴ്സിറ്റി. അതാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്രാക്ടീസ്. ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു ടാസ്ക് 2 റൈറ്റിംഗ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മളോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒപ്പീനിയൻ ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഡിസ്കഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതാൻ. കാരണം ഇവിടെ ഒപ്പീനിയൻ പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. In some countries, young people are encouraged to work or travel a year after finishing high school and before joining university. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടാസ്ക് 2 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചാടിക്കയറി എഴുതുന്നതിനേക്കാളും മുന്നേ ഒരു മിനിമം ഒരു 3-4 തവണയെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. കാരണം അവരുദ്ദേശിക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ എന്നുള്ളത് കൺഫേം ചെയ്യണം. അതിന് ശേഷമേ എഴുതി തുടങ്ങാവുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ 2-3 തവണ വായിച്ചു. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള കീ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഇൻ സം കൺട്രീസ് എന്ന് പറയുന്നത്, അപ്പോൾ ആ സം കൺട്രീസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഓക്കെ, യങ് പീപ്പിൾ. ഓക്കെ, യങ് പീപ്പിൾ ഒരു കീവേഡാണ്. ആർ എൻകറേജ്ഡ് ടു വർക്ക് ഓർ ട്രാവൽ എ ഇയർ ആഫ്റ്റർ ഫിനിഷിംഗ് ഹൈസ്കൂൾ. ആഫ്റ്റർ ഫിനിഷിംഗ് ഹൈസ്കൂൾ കീവേഡാണ്. ആൻഡ് ബിഫോർ ജോയിനിങ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ദെൻ ചോദിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ വേണ്ടത്. ഇൻട്രൊഡക്ഷനിൽ ആക്ച്വലി ശരിക്കും 2 സെൻറ്റൻസ് മതി. കുറേയധികം സെൻറ്റൻസ് ഒന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ പറയാനുള്ള കുറേയധികം ഐഡിയാസ് ഉണ്ടാവും, വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതൊന്നും ഒരിക്കലും ഇൻട്രൊഡക്ഷനിലല്ല നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് അതിൻ്റെ ഒരു പാരാഫ്രൈസിങ്, അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഒരു പാരാഫ്രൈസിങ് ചെയ്യണം. ദെൻ ഒരു ഔട്ട്ലൈനും കൊടുക്കണം. ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒപ്പീനിയൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് കൊടുത്താൽ മതി? ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇൻട്രൊഡക്ഷന് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പാരഫ്രൈസ്, അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യണം? പാരഫ്രൈസ് ചെയ്യണം. ദെൻ ഒരു ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പാരഫ്രൈസിങ് 1-2 സെൻറ്റൻസിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സെൻറ്റൻസ് മതി. ഓക്കെ, ഒരു ഔട്ട്ലൈൻ സെൻറ്റൻസും, അതായത് 2 നല്ല സെൻറ്റൻസുകൾ കൊണ്ടിട്ട് നമുക്ക് എന്തെഴുതാം? ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. പ്രത്യേകിച്ച് വേറെ വ്യൂ പോയിൻറ്റ്സ് ഒന്നും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡ്സ്, ഓക്കെ, അതായത് നല്ല രീതിയിൽ പാരഫ്രൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡ്സിന് പകരം യൂസ് ചെയ്യാവുന്ന സിനോണിംസ്, അല്ലെങ്കിൽ ഐഡിയ മാറിപ്പോവാത്ത രീതിയിൽ ഈ സെയിം കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിന് ഐഡിയ മാറിപ്പോവാത്ത രീതിയിൽ ബെറ്റർ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പാരഫ്രൈസ് ചെയ്യണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത കീവേഡ്സ്, അതായത് സം കൺട്രീസ്, യങ് പീപ്പിൾ, എൻകറേജ്ഡ്, വർക്ക് ഔട്ട്, ട്രാവൽ, ഇതിൽ നമുക്ക് ഏതൊക്കെ വേർഡ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബെറ്റർ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ, അതായത് അവർ തന്നിരിക്കുന്ന വേർഡ്സിന് പകരമായിട്ട് നമ്മളുടേതായിട്ടുള്ള, അതായത് നമ്മുടെ വൊക്കാബുലറി സ്കില്ല് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെക്സിക്കൽ റിസോഴ്സ് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് പാരഫ്രൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കീവേഡ്സിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ നല്ല രീതിയിൽ പാരഫ്രൈസ് ചെയ്യാം നോക്കാം. അപ്പോൾ അതിലാദ്യം തന്നിരിക്കുന്നത് നമുക്ക് സം കൺട്രീസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഓക്കെ, സം കൺട്രീസ്, അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ചാൽ സം നേഷൻസ്, അല്ലെങ്കിൽ സം ഡെവലപ്ഡ് നേഷൻസ്, സർട്ടൺ പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സം കൺട്രീസ് നമുക്ക് ഇങ്ങനെയുള്ള റിലേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്യാം. ദെൻ യങ് പീപ്പിൾ, അല്ലേ, യങ് പീപ്പിളിന് പകരം യങ് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം, യങ് വൺസ്, യങ്സ്റ്റേഴ്സ്, ഈവൻ സ്റ്റുഡൻസ്, അല്ലേ. ദെൻ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സ്, ഇതുപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ദെൻ എൻകറേജ്ഡ് എന്നുള്ളൊരു വേർഡിന് പകരം മോട്ടിവേറ്റഡ് എന്നോ അഡ്വൈസ്ഡ് എന്നോ ഒക്കെ യൂസ് ചെയ്യാം. ദെൻ വർക്ക് ഓർ ട്രാവൽ ഫോർ എ ഇയർ, അതിനെ ഒന്ന് റീഫ്രൈസ് ചെയ്യുമ്പോഴത്തേക്കും എ ഇയർ ഓഫ് ടു വർക്ക്, അല്ലെങ്കിൽ എ ഇയർ വർക്കിംഗ് ഓർ ട്രാവലിംഗ്, അങ്ങനെയൊക്കെ മാറ്റാം.
ദെൻ ഫിനിഷിംഗ് ഹൈസ്കൂൾ, ഫിനിഷിംഗ് എന്നുള്ളൊരു വേർഡ് മാറ്റിക്കൊണ്ട് എന്താ, കംപ്ലീറ്റിംഗ് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. നമുക്ക് നോക്കാം അതിനുശേഷം പാരഫ്രൈസ് ചെയ്യുമ്പോൾ ചെറിയ 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 മാറ്റങ്ങൾ സെൻറ്റൻസിൽ നമുക്ക് വരുത്താം. ഓക്കെ, ദെൻ ജോയിനിങ് യൂണിവേഴ്സിറ്റി എന്നുള്ളതിന് പകരം എന്താ, എൻട്രിങ് കോളേജ് ഓർ എൻറോളിങ് ഇൻ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, ഇത്രയധികം വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്ന വേർഡ്സ് ഏതാണെന്ന് നോക്കുക, അത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മുടെ ലെക്സിക്കൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ല വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സെൻറ്റൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന വേർഡ്സ് എടുക്കാം. സോ ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ അത്യാവശ്യം നല്ല വേർഡ് സമയമാണെങ്കിൽ നമുക്ക് സം ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയാം. ഓക്കെ, യങ് ഇൻഡിവിജ്വൽസ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സെൻറ്റൻസിനെ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മോട്ടിവേറ്റഡ് എന്നോ അഡ്വൈസ്ഡ് എന്നോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ലെറ്റ് ഇറ്റ് ബി മോട്ടിവേറ്റഡ് നമുക്ക് എടുക്കാം തൽക്കാലം. ഓക്കെ, എ ഇയർ ഓഫ് ടു വർക്ക്. ഓക്കെ, ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹൈസ്കൂൾ, അത് തന്നെ ഉള്ളൂ. സോ അതെടുക്കാം. ദെൻ എൻറ്ററിങ് കോളേജ് എന്നോ അല്ലെങ്കിൽ എൻറോളിങ് ഇൻ യൂണിവേഴ്സിറ്റി എന്നോ പറയാം. ഓക്കെ, സോ അപ്പോൾ ഈ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ വേർഡ്സ്, അല്ലെങ്കിൽ ഈ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വേർഡ്സ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലെക്സിക്കൽ റിസോഴ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ലിങ്കിങ് വേർഡ്സും അതേപോലെ തന്നെ പ്രിപ്പോസിഷൻസ് എല്ലാം ആഡ് ചെയ്ത് ഇതിനെ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പാരഫ്രൈസ്ഡ് വേർഷൻ റെഡിയാക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ്. ഇൻ സം ഡെവലപ്ഡ് നേഷൻസ് യങ് ഇൻഡിവിജ്വൽസ് ആർ മോട്ടിവേറ്റഡ് ടു ടേക്ക് എ ഇയർ ഓഫ് ടു വർക്ക് ഓർ ട്രാവൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹൈസ്കൂൾ ആൻഡ് ബിഫോർ എൻറോളിങ് ഇൻ യൂണിവേഴ്സിറ്റി. അത്രയുമാണ് നമ്മുടെ പാരഫ്രൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയാണ്. അതിനുശേഷം നമ്മൾ എന്തും കൂടെ കൊടുത്തു, ഒരു ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തു. ബോത്ത് ദ മെറിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ദിസ് പ്രാക്ടീസ് ആർ എലോബറേറ്റഡ് അപ്പോൺ ഇൻ ദ ഫോർത്ത് കമ്മിങ് പാരഗ്രാഫ്സ്. അവിടെ ഒപ്പീനിയൻ വേണ്ടാത്ത കൊണ്ടിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് എന്നോ എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ് എന്നോ നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇൻസ്റ്റഡ് എന്താണ്, എസ്സേ ഇനി അങ്ങോട്ട് വരുന്ന പാരഗ്രാഫുകളിൽ വി വിൽ ബി ഡിസ്കസിങ് എന്താണ് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. ബിക്കോസ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഒരു വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു എലമെൻ്റാണ് ഒരു ടാസ്ക് 2 എസ്സേയിൽ. കാരണം ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം വായിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പം നല്ല രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ബാൻഡ് സ്കോറിലേക്ക് എത്താനായിട്ട് നല്ലൊരു എഫക്റ്റീവ് ഇൻട്രൊഡക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതുപോലെയുള്ള IELTS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.